എല്ലാവർക്കും നമസ്കാരം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ക്രിസ്ത്യൻ മിഷണറി സംഘടന വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നതായി പറയപ്പെടുന്ന ഏതാണ്ട് 100 കോടി രൂപ വിദേശ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് നടത്തിയ അനധികൃത പണമിടപാടുകൾ, ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ ഇഷ്യൂ ചെയ്യപ്പെട്ടിരിക്കുന്ന നിരവധി വിദേശ ഡെബിറ്റ് കാർഡുകൾ, നക്സൽ ബാധിത മേഖലകളിലെ അസാധാരണമായ പണമിടപാടുകൾ, മതപരിവർത്തനവും തീവ്രവാദവും ദേശസുരക്ഷയുമായും ബന്ധപ്പെട്ട ആശങ്കകൾ, കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന സംശയം, ഇതെല്ലാം ചേർത്ത് ഇപ്പോഴൊരു വലിയ അന്വേഷണം നടത്തുകയാണ് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ED. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒന്നുകിൽ മുക്കുകയോ അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്ത ഒരു വാർത്തയെക്കുറിച്ചാണ്. ദ തിമോത്തി ഇനിഷ്യേറ്റീവ്. ഈ സംഘടനയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയും വിവാദവും അന്വേഷണവും നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം, എന്താണ് തിമോത്തി ഇനിഷ്യേറ്റീവ്? തിമോത്തി ഇനിഷ്യേറ്റീവ് അഥവാ TTI എന്നത് അമേരിക്കയിലെ നോർത്ത് കാരോളിന ആസ്ഥാനമാക്കി 2006-07 മുതൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിഷൻ സംഘടനയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുക, പ്രാദേശിക മതപ്രവർത്തകരെ പരിശീലിപ്പിക്കുക, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും മതപഠന പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ സംഘടനയുടെ സ്വന്തം വിവരങ്ങൾ പ്രകാരം 50-ലധികം രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓരോ ഗ്രാമത്തിലും ഒരു പള്ളി എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഘടന വാർത്തകളിൽ നിറയുന്നത് അവരുടെ മതപ്രവർത്തനങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവരുടെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മൂലമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ED ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ED കേരളത്തിലും കർണാടകയിലും അടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 6 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 2 ഡസനിലധികം വിദേശ ഡെബിറ്റ് കാർഡുകൾ, ഏതാണ്ട് 40 ലക്ഷം ലിക്വിഡ് ക്യാഷ്, നിരവധി ഡിജിറ്റൽ ഡിവൈസുകൾ, ഓൺലൈൻ അക്കൗണ്ടിംഗ് വിവരങ്ങൾ. ഇതൊക്കെ പരിശോധിച്ചപ്പോൾ വലിയൊരു സമാന്തര സാമ്പത്തിക ശൃംഖലയെക്കുറിച്ചുള്ള സംശയമാണ് EDക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ED പറയുന്നത് എന്താണ് എന്നുള്ളത് നിർണായകമാണ്. EDയുടെ അന്വേഷണ പ്രകാരം ഏകദേശം 95 കോടി രൂപയാണ് ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇവരുടെ പ്രവർത്തകർ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പണം വിദേശത്ത് നിന്ന് നിയമപ്രകാരം ഇന്ത്യയിൽ പണം സ്വീകരിക്കാനുള്ള അംഗീകൃത മാർഗമായിട്ടുള്ള FCRA നിയമപ്രകാരം വന്നതല്ല എന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. കാരണം ദ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ഈ സംഘടനയ്ക്ക് FCRA രജിസ്ട്രേഷൻ ഇല്ല. ഒപ്പം FEMA നിയമലംഘനങ്ങളുമുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഇവർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ ട്രൂയിസ്റ്റ് ബാങ്ക് എന്ന ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള ATMകളിൽ നിന്ന് വലിയ അളവിൽ പണം പിൻവലിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ 1000-ലധികം വിദേശ ഡെബിറ്റ് കാർഡുകളാണ് ഇതിലുള്ളത് എന്നും 2019 മുതൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട് എന്നും ഈ പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന പല കാർഡുകളിലും കസ്റ്റമറുടെ പേര് സന്തോഷ് കുമാർ എന്നുള്ള ഒറ്റ പേരാണ് എന്നുള്ളതുമാണ് EDയുടെ വെളിപ്പെടുത്തൽ. എന്താണ് FCRA നിയമം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഇന്ത്യയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾ നിർബന്ധമായിട്ടും ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അതല്ലാതെ ഡൊണേഷൻ സ്വീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല. ED പറയുന്നത് പ്രകാരം തിമോത്തി ഇനീഷ്യേറ്റീവിന് FCRA രജിസ്ട്രേഷൻ ഇല്ല, ലൈസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അങ്ങനെയിരിക്കെ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശത്ത് നിന്നുള്ള ഡെബിറ്റ് കാർഡുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ATMൽ നിന്ന് പണം പിൻവലിച്ചത് എന്നുള്ളതാണ് ED പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗത്തിൽ അവർ ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. ഇവിടെ EDയുടെ അന്വേഷണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കണ്ടെത്തലുകളിലൊന്ന് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മൈക്ക മാർക്ക് എന്ന വിദേശ പൗരനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അയാൾ ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. അയാളുടെ കൈവശം മാത്രം 24 വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ED പറയുന്നത്. ഇതോടുകൂടിയാണ് ഈ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. ഈ കാർഡുകൾ ആരുടേതാണ്, എന്തിനാണ് ഈ കാർഡുകൾ ബൾക്കായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം, വലിയൊരളവിൽ പണം പിൻവലിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നിന്നാണ്. ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ അളവിൽ ഇവർ പണം പിൻവലിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഛത്തീസ്ഗഡിലെ ബസ്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 6.5 കോടി രൂപയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവർ പിൻവലിച്ചതായിട്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സാധാരണ നഗരപ്രദേശങ്ങളല്ല, ഇടതുപക്ഷ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു കാലത്ത് അതിശക്തമായിരുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഈ പണം എന്തിനാണ് അവിടെ നിന്ന് പിൻവലിച്ചത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, അവിടെ ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ള നിരവധി ചോദ്യങ്ങൾക്കും
ഇപ്പോൾ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ ബാംഗ്ലൂരിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുണ്ട്, UAPA വകുപ്പുകളുണ്ട്, വഞ്ചന, കൃത്രിമത്വം, നിയമവിരുദ്ധ പ്രവർത്തനം, തീവ്രവാദത്തിന് ഫണ്ട് നൽകൽ, ഗൂഢാലോചന, അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള പല വകുപ്പുകളും BNS പ്രകാരമാണെങ്കിലും അല്ല UAPA പ്രകാരമാണെങ്കിലും ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ഇനി ED പറയുന്ന മറ്റൊരു സുപ്രധാന വിവരം കൂടിയുണ്ട്. ഇവർ ഈ പണം ATM-ൽ നിന്നൊക്കെ പിൻവലിച്ചതിന് ശേഷം അത് എവിടെയെല്ലാം ചെലവഴിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ഓൺലൈൻ അക്കൗണ്ടിംഗ് പ്ലാറ്റ്ഫോമിൽ അവർ രേഖപ്പെടുത്തിയിരുന്നു. ആ സംവിധാനം വിദേശത്ത് നിന്നാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. ഡേറ്റാബേസ് ഇതിനോടകം തന്നെ നീക്കം ചെയ്ത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നതായിട്ടും ED അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇവരുടെ FIR-ൽ 7 പേർക്കെതിരെയാണ് ചാർജുകൾ ചുമത്തിയിരിക്കുന്നത്. അതിലൊന്ന് തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന എൻറ്റിറ്റിയാണ്. രണ്ടാമത് 6 വ്യക്തികളാണ്. അതിലൊന്ന് ജോനാഥൻ രാജൻ, മറ്റൊന്ന് അജിത് വർഗീസ് മത്തായി, ഇനിയൊന്ന് മൈക്ക മാർക്ക്, മറ്റൊരാൾ സുപ്രീം ജോയ്, ഇനിയൊരാൾ വർഗീസ് ചാക്കോ, അവസാനം ബബ്ലു കുർമി. ഇങ്ങനെയുള്ള 6 ഇൻഡിവിജ്വൽസിനും ദ തിമോത്തി ഇനീഷ്യേറ്റീവ് അഥവാ TTI എന്നുള്ള ഈ വിദേശ സംഘടനയ്ക്കുമെതിരെയാണ് FIR. ഇതിൽ ED പറയുന്നത് ജോനാഥൻ രാജൻ എന്ന വ്യക്തിയാണ് TTIയുടെ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് മുഴുവനും നേതൃത്വം നൽകുന്നയാൾ. അതുകൂടാതെ മൈക്ക മാർക്ക് എന്നയാളാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അജിത് വർഗീസ് മത്തായി എന്നുള്ളയാളാണ് ഇതിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ തന്നെ പല ആൾക്കാർ വഴി കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇയാളാണ് എന്ന് പറയുന്നു. ഇതുകൂടാതെ വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ് എന്നിങ്ങനെ 3 ആൾക്കാരുണ്ട്. ഇവരാണ് ഈ ATM-കളിൽ നിന്ന് ക്യാഷ് വിഡ്രോവലിന് വേണ്ടിയിട്ട്, ഫണ്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ED പറയുന്നത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, അതും അധികം ശ്രദ്ധിക്കാത്ത പല മേഖലകളിലുമായി ആസൂത്രിതമായിട്ടാണ് ഇങ്ങനെ ഡെബിറ്റ് കാർഡുകൾ കൊണ്ടുവന്ന് ATM-ൽ നിന്ന് വലിയ അളവിൽ പണം പിൻവലിച്ചിരുന്നത്. എന്തായാലും ഇതിലെ അന്വേഷണം പുരോഗമിക്കട്ടെ. ഈ സംഘടനയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. അവർ നിരപരാധികളാണ് എങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ഫെയർ ആയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ കേസ് ഉയർത്തുന്ന ചില സുപ്രധാന ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, വൻതോതിൽ വിദേശ ഫണ്ടുകൾ ഇന്ത്യയിൽ എത്തിക്കുന്നത് എന്തിനാണ്? FCRA പോലെ അംഗീകൃതമായി വിദേശത്ത് നിന്ന് ഡൊണേഷൻ സ്വീകരിക്കാനുള്ള ഒരു മാർഗമുള്ളപ്പോൾ ആ മാർഗം തേടാതെ അതിനെ സർക്കംവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് മറ്റൊരു തട്ടിപ്പ് വ്യവസ്ഥയിലേക്ക് ഈ ഒരു സംഘടന പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2, അനധികൃതമായി എത്തിക്കുന്ന ഈ പണം ദേശതാൽപര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ, മാവോയിസ്റ്റ്, ലെഫ്റ്റ് വിങ് ഓർഗനൈസേഷനുകൾക്കൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് കൂടാതെ മതസംഘടനകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധന ആവശ്യമുണ്ടോ എന്നുള്ള എപ്പോഴത്തെയും ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ഉണ്ട്. അത് വീണ്ടും ഈ ഒരു വിഷയത്തോടു കൂടി ചർച്ചയാവുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏതാണ്ട് 100 കോടി രൂപയ്ക്കടുത്തുള്ള പണമൊഴുക്ക്, വിദേശ ഡെബിറ്റ് കാർഡുകളുടെ ഇന്ത്യയിലെ അനധികൃതമായിട്ടുള്ള ഉപയോഗം, നക്സൽ ബാധിത മേഖലകളിലെ ഇടപാടുകൾ, FCRA നിയമലംഘനം, ഇതൊക്കെ അങ്ങേയറ്റം ദുരൂഹമാണ്, സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത നമ്മുടെ നാട്ടിലെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകളുടെ 2.25 കോടി രൂപയുടെ ഇടപാട് ED അന്വേഷിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നൽകുന്നതെന്ന് നമുക്കറിയാം. അപ്പോഴാണ് 100 കോടിയോളം രൂപയുടെ ഇടപാടിന് അതിൻ്റെ 100-ലൊന്ന് പ്രാധാന്യം പോലും നമ്മൾ നൽകാതിരിക്കുന്നത്. അതും വിദേശത്ത് നിന്നുള്ള ആൾക്കാർ കൂടി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. FCRA, FEMA നിയമങ്ങളുടെ ലംഘനം ഇതിലുണ്ട്. അതും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയുള്ളപ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട്, സമീപനം അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ, ദുരൂഹത നീങ്ങട്ടെ. ഇത് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.